നിലപാടുകളുടെ കനൽ വഴി രക്തസാക്ഷിത്വത്തിന്റെ കനലിൽ നിന്നും ഭരണ നൈപുണ്യത്തിന്റെ കൊടുമുടിയിലേക്ക് വളർന്ന ജി സുധാകരൻ. നമസ്കാരം, കേരള ന്യൂസിലേക്ക് സ്വാഗതം. കേരള രാഷ്ട്രീയത്തിൽ സ്നേഹിച്ച പ്രസ്ഥാനത്തിന് വേണ്ടി സർവവും സമർപ്പിച്ചവർ നിരവധിയാണ്. എന്നാൽ ആ പ്രസ്ഥാനം തന്നെ പിൽക്കാലത്ത് മുറിവേൽപ്പിച്ചപ്പോഴും തൻ്റെ നിലപാടുകളിൽ നിന്ന് ഒരിഞ്ചു പോലും പിന്നോട്ടു പോകാതെ ഇരുന്ന ഒരു നേതാവുണ്ട്. അഴിമതിക്കെതിരായ പോരാട്ടത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത ഭരണാധികാരിയും കവിയും വാഗ്മിയും മുൻ മന്ത്രിയുമായ ജി സുധാകരൻ. അദ്ദേഹത്തിൻ്റെ കനൽ വഴികളിലൂടെ ഒരു യാത്ര. കൊല്ലം ജില്ലയിലെ വെളിയത്ത് ജനിച്ച് ആലപ്പുഴയെ കർമ്മഭൂമിയാക്കിയ സുധാകരൻ്റെ രാഷ്ട്രീയ പ്രവേശം ഒരു വലിയ നഷ്ടത്തിൻ്റെ ഓർമ്മയിലാണ്. പന്തളത്ത് NSS കോളേജിലെ SFI നേതാവായിരുന്ന സ്വന്തം സഹോദരൻ ഭുവനേശ്വരനെ രാഷ്ട്രീയ ശത്രുക്കൾ ക്രൂരമായി കൊലപ്പെടുത്തിയപ്പോൾ ആ ചോരയിൽ ചവിട്ടി നിന്നാണ് സുധാകരൻ തൻ്റെ വിപ്ലവ വീര്യം ആർജിക്കുന്നത്. SFIയുടെ ആദ്യത്തെ സംസ്ഥാന പ്രസിഡന്റായി മാറിയ അദ്ദേഹം പിന്നീട് CPMൻ്റെ അമരക്കാരിൽ ഒരാളായി വളർന്നു. ആലപ്പുഴയിലെ രാഷ്ട്രീയ ഭൂമികയിൽ VS അച്യുതാനന്ദനോടൊപ്പം അടിയുറച്ചു നിന്ന പോരാളിയായിരുന്നു സുധാകരൻ. VSൻ്റെ സാന്നിധ്യത്തിൽ പോലും സുധാകരൻ്റെ വാക്കുകൾക്ക് പാർട്ടിയിലും ജനങ്ങൾക്കിടയിലും വലിയ സ്വാധീനമുണ്ടായിരുന്നു, വലിയ സ്വീകാര്യതയുണ്ടായിരുന്നു. മൂർച്ചയുള്ള വാക്കുകൾ കൊണ്ട് രാഷ്ട്രീയ ശത്രുക്കളെ നേരിടുമ്പോഴും നീതിയുടെ കാര്യത്തിൽ അദ്ദേഹം ഒരു വിട്ടുവീഴ്ചയും കാണിച്ചിരുന്നില്ല. 2 തവണ മന്ത്രിയായപ്പോഴും വികസന കാര്യങ്ങളിൽ അദ്ദേഹം ഒരു മാതൃകയായിട്ട് തന്നെയാണ് നിലനിന്നത്. VS സർക്കാരിൽ സഹകരണ ദേവസ്വം മന്ത്രിയായും 1ാം പിണറായി സർക്കാരിൻ്റെ പൊതുമരാമത്ത് രജിസ്ട്രേഷൻ മന്ത്രിയായും മികച്ച പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. പൊതുമരാമത്ത് വകുപ്പിൽ അഴിമതിക്കെതിരെ അദ്ദേഹം എടുത്ത നിലപാടുകൾ വിപ്ലവകരമായിരുന്നു. പണി പൂർത്തിയാക്കാതെ ഉദ്ഘാടനത്തിന് വിളിച്ച് പറ്റിക്കാൻ നോക്കിയ വേദിയിൽ നിന്നും മുഖത്തു നോക്കി മറുപടി പറഞ്ഞിറങ്ങിപ്പോയ സുധാകരൻ്റെ ശൈലി ഇന്നും മലയാളികൾക്ക് ഓർമ്മയുണ്ട്. രാഷ്ട്രീയമായി എതിർപക്ഷത്താണെങ്കിലും കേന്ദ്രത്തിലെ BJP മന്ത്രിമാരുമായി നല്ല ബന്ധം പുലർത്താനും കേരളത്തിൻ്റെ റോഡ് വികസനത്തിന് കോടിക്കണക്കിന് രൂപയുടെ കേന്ദ്ര ഫണ്ട് എത്തിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. വികസനത്തിൽ രാഷ്ട്രീയം കലർത്തരുത് എന്ന അദ്ദേഹത്തിൻ്റെ നിലപാട് വലിയ പ്രശംസ അന്ന് പിടിച്ചുപറ്റിയിരുന്നു. കവിതയും പ്രണയവും സുധാകരൻ എന്നും ഹൃദയത്തോട് ചേർന്നതായിരുന്നു. തൻ്റെ ആദ്യ പ്രണയം പാളിപ്പോയത് ഒരു തീരാനഷ്ടമായി അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടെങ്കിലും പിന്നീട് കണ്ടെത്തിയ പ്രണയവിവാഹം ജീവിതത്തിന് കരുത്തേറുകയായിരുന്നു. എന്നാൽ ഏറ്റവും ഒടുവിൽ താൻ സ്നേഹിച്ച പാർട്ടിയിൽ നിന്നും നേരിടേണ്ടി വന്ന അവഗണനകളും അപമാനങ്ങളും അദ്ദേഹത്തെ വല്ലാതെ ദുഃഖിപ്പിച്ചു. മനസ്സുമെടുത്ത് രാഷ്ട്രീയത്തിൽ നിന്നും അല്പം മാറി നിൽക്കുമ്പോഴും നിലപാടുകൾ തുറന്നു പറയാൻ അദ്ദേഹം മടിച്ചതേയില്ല. അഴിമതിയുടെ കറപുരല്ലാത്ത കൈകളും സഹോദരൻ്റെ രക്തസാക്ഷിത്വത്തിൻ്റെ ഓർമ്മകളും വിട്ടുവീഴ്ചയില്ലാത്ത സത്യസന്ധതയും ഇതൊക്കെയാണ് ജി സുധാകരൻ എന്ന നേതാവിനെ മറ്റുള്ള നേതാക്കന്മാരിൽ നിന്നും വേറിട്ട് നിർത്തുന്നത്. ന്യൂസ് ഡെസ്ക് കേരളീയം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.